സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാനപ്പെട്ട മൊഡ്യൂളുകളിൽ ഒന്നാണ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഇക്കോണമിയെ കുറിച്ച് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പം നെഹ്റുവിയൻ മോഡലിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വന്നിട്ടുള്ള ചേഞ്ചസ്, റീസെന്റ് ട്രെൻഡ്സുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സ്ക്രീൻ പോയോ? അവിടുത്തെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോ? ഞാൻ ആക്ച്വലി സ്ക്രീനിലൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് നോട്ട്സുകളൊന്നും തന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പോലും ഇതൊരു 12 പേജ് നോട്ടാണ് കേട്ടോ. സോ കുറച്ച് വലുതാണ്, കുറച്ച് പഠിക്കാനും ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഇതുവരെയും പഠിച്ചതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള നോട്ടുകളാണ്. കുറച്ച് ഇക്കണോമിക് പേഴ്സ്പെക്റ്റീവ് ഒക്കെ വരുന്ന ഒരു ഭാഗമാണ്. അപ്പം നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ. ഈ മൊഡ്യൂള് ഒന്ന് നന്നായിട്ട് വായിക്കണം. ലാസ്റ്റൊക്കെ നമ്മൾ ജസ്റ്റ് റീഡ് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു, പക്ഷേ ഇതൊന്ന് നന്നായിട്ട് വായിക്കണേ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ അല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ പറയുന്നത് ദ പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് മറ്റൊരു ഇക്കണോമിക് സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു how political institutions, the political environment and the economic system influence each other. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം മറ്റൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഒരു ഇക്കണോമിക് സിസ്റ്റം മറ്റൊരു ഇക്കണോമിക് സിസ്റ്റത്തിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൊളിറ്റിക്കൽ ഇക്കോണമി ഓഫ് ഡെവലപ്മെന്റിന്റെ ആസ്പെക്റ്റിൽ വരുന്നത്. ഇനി ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഒരു കൊളോണിയൽ ലെഗസി ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം 1600 മുതൽ ഏകദേശം 1947 വരെ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ലെഗസി നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാൻ താല്പര്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്നതിൽ ഇത്തരത്തിലുള്ള കൊളോണിയൽ ലെഗസീസിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ഡെമോക്രാറ്റിക് ഗവേണൻസ് ആണ്. ഡെമോക്രാറ്റിക് ഗവേണൻസ്, ഇക്കണോമിക് റിഫോംസ്, സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ്, ഇതൊക്കെ ഇന്ത്യയുടെ ഡെവലപ്മെന്റിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇത്രയും ഓർത്താൽ മതി. ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നിമിഷം ഉണ്ടായി വന്നിട്ടുള്ളതല്ല. അതൊരു ഗ്രാജുവൽ പ്രോസസ്സിലൂടെ ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു 3 കാലഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്ന് കൊളോണിയൽ ഇക്കോണമി, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് മോഡൽ, 1947 മുതൽ 1991 വരെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു പീരീഡ്. ദെൻ ലിബറലൈസേഷൻ പീരീഡ്, അതായത് നമ്മുടെ LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഒക്കെ വന്നതിന് ശേഷം ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള ചേഞ്ച്. ഇങ്ങനെ 3 പീരീഡുകളായിട്ടാണ് നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇക്കോണമിയെ ഡിഫൈൻ ചെയ്യുന്നത്. കൊളോണിയൽ ഇക്കോണമിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചറിലുള്ള ഒരു ഇക്കണോമിക് സിസ്റ്റം ആയിരുന്നു. ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ലാൻഡ് റവന്യൂ സിസ്റ്റം, നിങ്ങൾ സെമീന്ദാരി സിസ്റ്റവും മഹൽവാരി സിസ്റ്റവും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ലാൻഡ് റവന്യൂ സിസ്റ്റംസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് കൊളോണിയൽ ഇക്കോണമി എന്ന് പറയുന്നത്. വളരെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. എന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയെ ചൂഷണം ചെയ്യുക, ഇന്ത്യയുടെ വെൽത്ത് ഒക്കെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുക. അത് തന്നെയായിരുന്നു അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചറിലാണ് കൊളോണിയൽ ഇക്കോണമി നിലകൊള്ളുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് മോഡലാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് മോഡലിന്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത് നെഹ്റുവിയൻ സോഷ്യലിസം, അതായത് വെൽഫെയർ സ്റ്റേറ്റ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് പറയുന്നത്. നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ്, ഫാബിയൻ സോഷ്യലിസം എന്ന് പറയും. അപ്പം വെൽഫെയർ സ്റ്റേറ്റ് ആണ് പ്രധാനമായിട്ട് ഫോക്കസ് ആയിട്ട് വരുന്നത്. പ്ലാനിങ് ഇക്കോണമി ഉണ്ട്, അതുപോലെ പബ്ലിക് സെക്ടറിന് പ്രാധാന്യം കൊടുക്കുന്ന
ഒരു കാലഘട്ടമാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് മോഡൽ എന്ന് പറയുന്നത്. 1947 മുതൽ 1991 വരെയുള്ള പീരീഡ് ആണ് ഈ ഒരു കാലഘട്ടമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തേത് ലിബറലൈസേഷൻ പീരീഡ് ആണ്. നമ്മുടെ ന്യൂ ഇക്കണോമിക് റിഫോംസ് 1992 വന്നതിന് ശേഷം ഉള്ള പീരീഡ് ആണ് നമ്മൾ ലിബറലൈസേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ 3 ടേംസുകൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നു. ഒപ്പം തന്നെ ഒരു ഗ്ലോബൽ ഇക്കോണമി ഇല്ലെങ്കിൽ ഒരു ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റം ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആണ്. അപ്പം നെഹ്റുവിയൻ മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ഗാന്ധിയൻ മോഡലും ചോദിക്കുന്നതാണ്. അതായത് ഈ മോഡൽസ് പൊതുവെ എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചാൽ മതി, അതിൽ അപ്പുറത്തേക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നെഹ്റുവിയൻ മോഡലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരു സെൻട്രൽ പ്ലാനിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ പബ്ലിക് സെക്ടറിന് ഡൊമിനൻസ് കൊടുക്കുന്നതാണ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വെച്ചാൽ ഇറക്കുമതിക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതാണ്. ഇനി ഇവിടെ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ്? ബ്യൂറോക്രാറ്റിക് ഡിലേസ് ഉണ്ടാവും അല്ലെ, അതായത് ഗവൺമെന്റൽ ആക്ടിവിറ്റീസ് വളരെ സ്ലോ ആയിരിക്കും. പിന്നെ ഇൻഎഫിഷ്യൻസി, കാര്യക്ഷമത വളരെയധികം കുറവായിരുന്നു എന്നുള്ളതാണ് നെഹ്റുവിയൻ മോഡലിന് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പൊ നെഹ്റുവിയൻ മോഡലിന്റെ ഫീച്ചേഴ്സ് സെൻട്രൽ പ്ലാനിംഗ്, പബ്ലിക് സെക്ടർ ഇമ്പോർട്ടൻസിന് കൊടുക്കുന്നു, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഈ പറഞ്ഞതൊക്കെ ക്ലിയർ ആയോ? ഇതൊരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, എനിവേ വായിച്ചാൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ ഗാന്ധിയൻ മോഡലാണ്. ഗാന്ധിയൻ മോഡലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വില്ലേജ് സെൻട്രിക് ആയിട്ടുള്ള ഒരു മോഡലാണ് ഗാന്ധിയൻ മോഡൽ മുന്നോട്ട് വെക്കുന്നത്. സ്വയം പര്യാപ്തത, സെൽഫ് സഫിഷ്യൻസി ആണ് പ്രധാനമായിട്ടും ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. മിനിമൽ സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ വളരെ കുറവ് മതി എന്നാണ് ഗാന്ധിയൻ മോഡൽ പറയുന്നത്. പക്ഷേ ഇത്തരത്തിലൊരു ഗാന്ധിയൻ മോഡൽ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കി എടുക്കാൻ പറ്റുന്ന ഒന്നല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഐഡിയലിസ്റ്റിക് ആണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രാക്ടിക്കബിലിറ്റി വളരെയധികം കുറവാണ് എന്നുള്ളതാണ് ഗാന്ധിയൻ മോഡലിന്റെ പ്രത്യേകത. കാരണം സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. വില്ലേജ് സെൻട്രിക്ക് മാത്രമാക്കി നമുക്ക് മാറ്റാൻ പറ്റില്ല. സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ തീരെ കുറയുന്നതിനോട് നമുക്ക് വലിയ താല്പര്യം വരത്തില്ല. കാരണം വെൽഫെയർ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ സ്റ്റേറ്റിന്റെ ഇന്റർവെൻഷൻ വേണം. സോ അത്തരത്തിൽ ഗാന്ധിയൻ മോഡൽ ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള മോഡലാണെന്നാണ് പറയപ്പെടുന്നത്. ദെൻ മൂന്നാമത്തെ മോഡല് ലിബറലൈസേഷൻ മോഡലാണ്. പോസ്റ്റ് 1991, അതായത് 1991 ശേഷമുള്ള പീരീഡ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡ്രിവൺ റിഫോംസ്, അതായത് പുതിയ പുതിയ ഇക്കണോമിക് റിഫോംസുകളൊക്കെ വന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ ഒരുപാട് കൂടി, അതുപോലെ ഡീറെഗുലേഷൻസ് ഒക്കെ വന്നു. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. പക്ഷെ ഇവിടെയും കുറെ ക്രിറ്റിസിസംസ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഇൻഇക്വാളിറ്റി കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. പിന്നെ കൂടുതലും അർബൻ സൊസൈറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ലിബറലൈസേഷൻ മോഡൽ പ്രവർത്തിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ബേസിസ് ആണ് ലിബറലൈസേഷൻ മോഡൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു ക്രിറ്റിസിസം എമർജ് ചെയ്ത് വരാറുണ്ട്. ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് ആണ്. ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിനകത്ത് വരുന്ന ആരൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത് അല്ലെ? മാർജിനലൈസ്ഡ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി ആണ്, വിമൻ, ചിൽഡ്രൻ ഒക്കെ ആണല്ലേ വരുന്നത്. മറ്റേ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് അങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്താ? പോവർട്ടി റിഡക്ഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഒക്കെയാണ്. പക്ഷെ ഇവിടെയും വലിയൊരു ക്രിറ്റിസിസം വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റൽ പ്രോഗ്രാംസുകൾ വരുന്ന സമയത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അപ്പൊ നെഹ്റുവിയൻ മോഡൽ, ഗാന്ധിയൻ മോഡൽ, ലിബറലൈസേഷൻ മോഡൽ, ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത കീ പോളിസി ഡിബേറ്റ്സുകളിലേക്ക് പോകാം. ഇതൊക്കെ നിങ്ങൾ ഈ ബോൾഡിൽ കൊടുത്തിരിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതിനുള്ളിലേക്കുള്ളത് ചോദിക്കാറില്ല. സോ ഈ ഒരു ബോൾഡിൽ കൊടുത്തിരിക്കുന്നത് പഠിക്കുക. ഒന്ന്, ഗ്രോത്ത് വേഴ്സസ് ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക് ഗ്രോത്തും അതോടൊപ്പം തന്നെ ഇക്വാളിറ്റിയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഗ്രോത്ത് വേഴ്സസ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് സെക്ടർ ആണ്. അപ്പൊ എന്താണ് ഇവിടെ പ്രൈവറ്റൈസേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പിന്നെ വെൽഫെയർ സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റ് റിഫോംസ്, ലാൻഡ് അക്വിസിഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, ദെൻ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി വേഴ്സസ് ഡെവലപ്മെന്റ്. ഇതൊക്കെ ഈ ഒരു ബോൾഡിലുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി.
ഇനി ലിബറലൈസേഷന്റെ റീസെന്റ് ട്രെൻഡ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസുകൾ ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 2014 കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് മേക്ക് ഇൻ ഇന്ത്യ, 2015 ഡിജിറ്റൽ ഇന്ത്യ, സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഒക്കെ കേട്ടിട്ടില്ലേ? നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്ന പ്രോഗ്രാമാണ്, കേട്ടിട്ടില്ലേ? ഒരുപാട് സ്റ്റാർട്ടപ്പുകളെയൊക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ട്രെൻഡ്സ് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ വളരെയധികം എളുപ്പമാണ് അല്ലെ? നമുക്കൊരു ഗ്ലോബൽ മാർക്കറ്റിംഗ് സിസ്റ്റം തന്നെയുണ്ട് അല്ലെ? പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ അളവ് കൂടിയിട്ടുണ്ട്. ഇപ്പം ഡിഫൻസിന്റെ കാര്യത്തിൽ, അതുപോലെ ടെലികോമിന്റെ കാര്യത്തിലൊക്കെ എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. പിന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലൊക്കെ പ്രൈവറ്റൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എയർപ്ലെയിൻസ്, എയർ ട്രാവലിംഗ് സിസ്റ്റംസ് ഒക്കെ പ്രൈവറ്റൈസ് ചെയ്തു. അതുപോലെ BPCL അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് കുറച്ചുകൂടെ അതിനൊന്ന് പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ ലേബർ റിഫോംസ്, ലേബർ ലോസ് ഒക്കെ ഒരുപാട് കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ ഗവേണൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാൻസ്പെറൻസി, ഗവേണിംഗ് സിസ്റ്റത്തിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക, അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഗവേണൻസ്, അതുപോലെ ഈസിനെസ് ആക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ നേരത്തെയൊക്കെ ഒരു ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ, ഇപ്പൊ KSEBയുടെ ബില്ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? KSEB ഓഫീസിൽ പോയി ബിൽ പേയ്മെന്റ് നടത്തണമായിരുന്നു അല്ലെ? അതുപോലെ ഏത് ബില്ലാണെങ്കിലും, മൊബൈൽ റീചാർജ് ആണെങ്കിൽ കടയിൽ പോയി റീചാർജ് നമ്മൾ ആ ഒരു സ്ക്രാച്ച് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് സ്ക്രാച്ച് ചെയ്തിട്ടായിരുന്നു അല്ലെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഡയറക്റ്റ് ആയിട്ടുള്ള, ഇപ്പൊ ബാങ്കിൽ തന്നെ പോയിട്ട് നമ്മൾ അടുത്ത അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പം മാറ്റം വന്ന് നമുക്ക് UPIs ഉണ്ട്, അതുപോലെ തന്നെ എല്ലാം ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്. അങ്ങനെയുള്ള ഗവേണൻസ് സിസ്റ്റം വളരെയധികം നല്ല രീതിയിൽ പ്രോഗ്രസീവ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി റോൾ ഓഫ് ഗ്ലോബലൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റ്സുമായിട്ടൊരു ഇന്റഗ്രേഷൻ സഹായിച്ചിട്ടുണ്ട്. WTO, IMF, വേൾഡ് ബാങ്ക് ഇവയുടെ ഇൻഫ്ലുവൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ IT സെക്ടറിന്റെ ഗ്രോത്തിന് ഇത് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. Then next, റൈസ് ഓഫ് സർവീസ് സെക്ടർ വേഴ്സസ് അഗ്രേറിയൻ ഡിസ്ട്രസ്. സർവീസ് സെക്ടറിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഗ്ലോബലൈസേഷന്റെ കോണ്ടെക്സ്റ്റിൽ. ഇനി സോഷ്യൽ ഇമ്പാക്ട് നോക്കുവാണെങ്കിൽ അർബൻ റൂറൽ ഡിവൈഡിന് കാരണമായിട്ടുണ്ട്. ജോബ്ലെസ് ഗ്രോത്ത് ഉണ്ടാകും, ഇനിക്വാളിറ്റി ഉണ്ട്, ഇൻഫോർമൽ സെക്ടർ ചലഞ്ചസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. ഇവിടെ നിന്നൊന്നും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല കേട്ടോ. ദെൻ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ കൺസേൺസും ഗ്രോത്തും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അതായത് നമ്മുടെ പരിസ്ഥിതിയെ രക്ഷിക്കുകയും വേണം, അല്ലെങ്കിൽ സംരക്ഷിക്കുകയും വേണം, ഒപ്പം തന്നെ നമുക്ക് ഡെവലപ്മെന്റും വേണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഡെവലപ്മെന്റൽ പ്രോസസ്സിലേക്ക് പോകുമ്പോഴേക്കും ഒരു പരിധി വരെ എന്ത് ചെയ്യാറുണ്ട്? എൻവയോൺമെന്റിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാറുണ്ട് അല്ലെ? ഇപ്പം പുതിയ പുതിയ ബിൽഡിങ്സ്, കൺസ്ട്രക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ പാടം നികത്തണം, ഇല്ലെങ്കിൽ കുന്നും മലകളും ഒക്കെ ഇടിച്ചു നിരത്തണം. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അപ്പൊ എൻവയോൺമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. ഇപ്പൊ മരടിലെ ഫ്ലാറ്റ് ഒക്കെ പൊളിച്ചു നീക്കിയില്ലേ? അപ്പം അങ്ങനെയുള്ള, ഇല്ലെങ്കിൽ ഈയിടെ ഫ്ലഡ് ഉണ്ടായപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരുപാട് നമ്മൾ കാട് കയ്യേറി ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറയുന്നില്ലേ? അപ്പം ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി എങ്ങനെ നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് ആയിട്ട് പറയുന്നത്. ഇനി അതോടൊപ്പം തന്നെ നമുക്കൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ടല്ലോ. ബൈ 2030 ആവുമ്പോഴേക്കും കുറെ അച്ചീവ് ചെയ്യാനുള്ള കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഉണ്ടല്ലോ. ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അതൊരു ചലഞ്ചാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡിസ്ട്രസ് എങ്ങനെ ഇല്ലാതാക്കാം, റൂറൽ അൺഎംപ്ലോയ്മെന്റിനെ എങ്ങനെ മാറ്റിയെടുക്കാം, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാം, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സൊസൈറ്റി നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് ആയിട്ട്, ഇക്കണോമിക് സെക്ടറിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇതൊക്കെ ഈ ഇക്കണോമിക് ഡെവലപ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇക്കോണമിയായി അസോസിയേറ്റ് ചെയ്ത് നമ്മൾ പ്രധാനമായിട്ടും 3 തിങ്കേഴ്സിനെ പറയാറുണ്ട്. ഒന്ന് അമർത്യ സെൻ ആണ്, പഠിച്ചു വെച്ചേക്കുക. ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം,
കേപ്പബിലിറ്റി അപ്രോച്ച്. ഇത് രണ്ടും ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അമർത്യ സെന്നുമായിട്ട് ഇത് ചോദിക്കുന്ന ഇതാണ്, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു കോൺസെപ്റ്റ് തരും, ഇത് ആര് പറഞ്ഞിരിക്കുന്നതാണ്, ഇല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. അമർത്യ സെൻ, ഡെവലപ്മെന്റ് ആസ് ഫ്രീഡം, കേപ്പബിലിറ്റീസ് അപ്രോച്ച്. ഇനി ജീൻ ബ്രസെ ആണെങ്കിൽ സോഷ്യൽ വെൽഫെയറിന് പ്രാധാന്യം കൊടുക്കുന്നു, പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ്. നീതി ആയോഗ് റിപ്പോർട്ട്സുകളാണെങ്കിൽ പോളിസി പ്ലാനിംഗ് ആണ്, പോസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ. അത് നിങ്ങൾക്ക് അറിയാലോ, പോളിസി പ്ലാനിംഗ് എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് പൊളിറ്റിക്കൽ ഇക്കോണമി ആണ്. അതിൽ ഫസ്റ്റ് വൺ ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക് ആണ്. ഡെമോക്രാറ്റിക് ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഡെമോക്രസി എങ്ങനെയുള്ള ഡെമോക്രസിയാ? നമ്മുടെ ഡെമോക്രസി എങ്ങനെയുള്ള ഡെമോക്രസിയാ? നമ്മുടെ ഡെമോക്രസി എങ്ങനെയുള്ള ഡെമോക്രസിയാ? പാർലമെന്ററി ഡെമോക്രസി ആണ് അല്ലെ? അറിയാലോ അല്ലെ? പാർലമെന്ററി ഡെമോക്രസി ആണ്. യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. എന്താ യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ് എന്ന് പറഞ്ഞാൽ? യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ് എന്ന് പറഞ്ഞാൽ എന്താ? വോട്ടിംഗ് റൈറ്റ് ആണ് അല്ലേ? വോട്ടിംഗ് റൈറ്റ് ആണ്. വെരി ഗുഡ്. വോട്ടിംഗ് റൈറ്റ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഡെവലപ്മെന്റ് ഇലക്ട്രൽ പൊളിറ്റിക്സുമായി റിലേറ്റഡ് ആണ്. ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്താണെന്ന് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രൽ പൊളിറ്റിക്സുമായിട്ട് നമ്മുടെ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ്ഡ് ആണ്. അതുപോലെ സോഷ്യൽ മൂവ്മെന്റ്സിന് വലിയധികം പ്രാധാന്യമുണ്ട്. ഒരു 1970s ശേഷം ന്യൂ സോഷ്യൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവിൽ ഒരുപാട് മൂവ്മെന്റ്സുകൾ വന്നിട്ടുണ്ട്. എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, അതുപോലെ പെസൻ മൂവ്മെന്റ്സ്, അഗ്രേറിയൻ മൂവ്മെന്റ്സുകൾ, പിന്നെ ഇപ്പൊ ന്യൂ ജനറേഷൻ മൂവ്മെന്റ്സുകൾ, നമ്മുടെ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ മൂവ്മെന്റ്സുകൾ, അങ്ങനെയുള്ള ഒരുപാട് മൂവ്മെന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇക്കണോമിക് പ്രയോറിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മുടെ പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ ഒരു മിക്സഡ് ഇക്കോണമിയാണ് അല്ലെ? നമ്മുടെ ഒരു പ്യുവർ സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ല, പ്യുവർ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി അല്ല, ഒരു മിക്സ്ഡ് ഇക്കോണമിയാണ് അല്ലെ? രണ്ട് സെക്ഷൻ, അതായത് പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 5 year പ്ലാൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇത്തരത്തിലുള്ള സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റ് ആണ് ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീട് 1991 ശേഷം ന്യൂ ഇക്കണോമിക് റിഫോംസിന് ശേഷമാണ് ഒരു മാർക്കറ്റ് ഓറിയന്റഡ് ഇക്കോണമിയിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് കൊണ്ടുപോകുന്നത്. അതുവരെ നമ്മൾ എപ്പോഴും എന്താണ്? ഒരു സ്റ്റേറ്റ് ലെഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിന് പ്രാധാന്യമുള്ള ഒരു ഡെവലപ്മെന്റ് സിസ്റ്റത്തിലാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത് അല്ലെ? പക്ഷെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ ആ ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സ് നടക്കുമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തരത്തിലൊരു സിസ്റ്റം ഫോളോ ചെയ്തത്. എന്നാൽ കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് നമുക്കൊരു സസ്റ്റൈനബിലിറ്റി ഉണ്ടായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാർക്കറ്റ് ഓറിയന്റഡ് ഇക്കോണമിയിലേക്ക് ഷിഫ്റ്റഡ് ആകുന്നു എന്നുള്ളതാണ്. ദെൻ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് സ്റ്റേറ്റ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തില്, ഇൻഡസ്ട്രിയുടെ കാര്യത്തില്, വെൽഫെയറിന്റെ കാര്യത്തിലൊക്കെ 1947 ശേഷം തന്നെ സ്റ്റേറ്റ് ആണ് ഒരു ഡൊമിനന്റ് റോള് വഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ലിബറലൈസേഷൻ വന്നതിന് ശേഷം പോലും നമ്മുടെ സ്റ്റേറ്റിന് ഈ ഒരു ഇക്കോണമിയുടെ കാര്യത്തിൽ അതിന്റെ റെഗുലേഷൻ, റീഡിസ്ട്രിബ്യൂഷൻ, ഗവേണൻസും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ കൺട്രോളിംഗ് സിസ്റ്റം തന്നെ സ്റ്റേറ്റിന് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം അമിതമാവാതെ സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. സോ എല്ലാ കാലഘട്ടത്തിലും സ്റ്റേറ്റിന് വലിയൊരു റോള് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ ഇക്കണോമിക് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനെയും കുറിച്ചാണ് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. FDI പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ മാർക്കറ്റ് ഇന്റഗ്രേഷൻ ഉണ്ട്, IT സെക്ടറിന്റെ ഗ്രോത്ത് ഉണ്ട്, എക്സ്പോർട്സുകൾ കൂടിയിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇമ്പോർട്ട്സ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നെങ്കിൽ 1991 ശേഷം നമുക്ക് എക്സ്പോർട്സുകൾ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് എക്സ്ക്ലൂഷൻ, അതായത് ജെൻഡർ, നമ്മുടെ ഈ സ്ത്രീകളെയൊക്കെ വളരെയധികം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റിലാണ് ഇപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്.
ദെൻ ഇത് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെ റെപ്പറ്റീഷൻ ആണ്. ഇനിയുള്ളത് ഫെഡറലിസം ആൻഡ് റീജിയണൽ ഡെവലപ്മെന്റ് ആണ്. ഫെഡറലിസം എന്ന് പറയുമ്പോൾ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് അല്ലെ, അതായത് സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു റൈറ്റ്സ്, അതായത് പോളിസീസ് ഒക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും ഇക്കണോമിക് പോളിസീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില സ്റ്റേറ്റുകൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഡെവലപ്മെന്റിലേക്ക് എത്തുന്നുണ്ട്, എന്നാൽ ചില സ്റ്റേറ്റുകൾ വളരെ സ്ലോ ആയിട്ടാണ് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മുടെ ഒരു ഇക്കണോമിക് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇക്കണോമിക് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ടാണ് അത്തരത്തിലുള്ള ഡെവലപ്മെന്റിലേക്കൊക്കെ എത്തിച്ചേരുന്നതെന്നാണ്. ഇനി ഡെവലപ്മെന്റ് വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പം ഇതിന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാ കാലഘട്ടത്തിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാറുണ്ട്. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ആളുകളെ അവരുടെ സ്ഥലത്തു നിന്നും കുടിയൊഴിപ്പിക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പം ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് ഒക്കെ ഈ ഡാം കൺസ്ട്രക്ഷൻസ്, നിങ്ങൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ ഒക്കെ കേട്ടിട്ടില്ലേ? സൈലന്റ് വാലി മൂവ്മെന്റ്സുകൾ, ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഡാം കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അല്ലെ. അതുപോലെ സെൻസിറ്റീവ് സോൺസുകളൊക്കെ ഉണ്ടല്ലോ, സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഇല്ലെങ്കിൽ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ കേട്ടുന്നുണ്ട് അല്ലെ. സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ഒക്കെ വരുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നതിൽ കുഴപ്പമില്ല. എന്താണ്, അവരെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള പ്രോസസ്സ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവണം. അതില്ലാതാകുമ്പോഴാണ് അതൊരു ഇഷ്യൂവിലേക്ക് അല്ലെങ്കിൽ അതൊരു കൺസേൺ ആയിട്ട് മാറുന്നത്. കറക്റ്റുള്ള റീഹാബിലിറ്റേഷൻ എന്താണ് പലപ്പോഴും നടക്കാറില്ല എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദെൻ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. എപ്പോഴും ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്ത് ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഡിഫോറസ്റ്റേഷൻ ഉണ്ടാവാം, എയർ പൊല്യൂഷൻ ഉണ്ടാവാം, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവാം, ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പം ഈ ഒരു കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ച ചൂട് എന്ന് പറയുന്നത് ഇതിനു മുന്നേ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ ഒരു 2 മാസമായിട്ട് ഇല്ലെങ്കിൽ ഈ 2026 2025 ഉണ്ടായിട്ടുള്ള ഒരു ചൂട് ഒരു 2005 നമ്മൾ ചൂട് എന്താണെന്ന് പോലും നമ്മൾ അധികം കണ്ടിട്ടില്ല അല്ലെ. അല്ലെങ്കിൽ ഒരു 2016 പോലും എന്താണ് നമുക്ക് ഇത്രയും ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് മഴ പെയ്താൽ പോലും, ഈവൻ ഇപ്പൊ പോലും നല്ല മഴയുണ്ട്, എന്നാൽ പോലും നമുക്ക് ആ ഒരു ചൂട് മാറുന്നുണ്ടോ? അല്ലെങ്കിൽ ആവി എന്ന് പറയുന്ന ആ ഒരു സാധനം മാറുന്നില്ല അല്ലെ. ഇതുവരെ മഴ ഉണ്ടായിട്ടില്ല എന്നാണോ? മഴ ആയില്ലേ നിങ്ങളുടെ നാട്ടിലേക്കൊന്നും? ഓക്കെ, നമുക്കിവിടെ കാലവർഷം തുടങ്ങി നാട്ടോ തോന്നുന്നു. ഫുൾ ടൈം മഴയാണ്. ഇത്രയും ചൂടല്ലേ? ഇത്രയും ചൂട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ ഒരു 2026 ഭയങ്കര ചൂടായിരുന്നു അല്ലെ. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലാത്തൊരു ചൂടായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ പേരിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ തന്നെയാണ്. മരങ്ങൾ മുറിച്ചു മാറ്റുന്നു, ഫോറസ്റ്റ് ഇല്ലാതാക്കുന്നു, നമ്മൾ ഇക്കോസിസ്റ്റത്തിനെ നമ്മൾ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് വലിയ കാരണമാവുന്നത്. ഇപ്പം മഴ വരുമ്പം ഹെവി മഴയാണ് അല്ലെ, ഫ്ലഡ് വരുന്നു, ആളുകൾ മരിക്കുന്നു, പ്രശ്നം ലാൻഡ് സ്ലൈഡ്സ് പ്രശ്നങ്ങളാണ് അല്ലെ. ചൂട് വരുമ്പോൾ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് സിറ്റുവേഷനിലേക്ക് എത്താനുള്ള ഒരു കാരണം ഈ പറയുന്ന ഡെവലപ്മെന്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രീൻ പോളിസീസ് ഫോക്കസ് ചെയ്യണം, റിന്യൂവബിൾ എനർജി സോഴ്സസ് കൂടുതലായിട്ട് യൂസ് ചെയ്യണം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് മോഡൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഡിബേറ്റ്സുകളാണ്. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തു, എന്നാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്. ഇതിൽ നിന്ന്
ക്വസ്റ്റ്യൻസ് ചോദിക്കാം, പക്ഷെ ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടല്ല ചോദിക്കുക. ഏതൊക്കെ പീരീഡ് ആണ്, ഏതൊക്കെ കാലഘട്ടമാണ്, അങ്ങനെ ഒരു രീതിയിലേക്കാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ നമുക്കറിയാം ഇന്ത്യയിൽ ധാരാളം മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഓരോന്നും ഡിഫറെന്റ് ആയിട്ടുള്ള വിഷൻസ്, അതായത് എങ്ങനെ നമുക്ക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വിറ്റി ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതില് ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് നെഹ്റുവിയൻ മോഡലാണ്. അതൊരു സ്റ്റേറ്റ് ലെഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളൊരു ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് നെഹ്റുവിയൻ മോഡലിൽ പറയുന്നത്. അത് പഠിച്ചു വെക്കുക. പീരീഡ് എന്ന് പറഞ്ഞാൽ 1947 തൊട്ട് 1991 വരെയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ സക്സസേഴ്സും ആണ് ഈ ഒരു മോഡൽ അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൽ കൂടുതലായിട്ടും അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് പബ്ലിക് സെക്ടർ ഡൊമിനൻസ് ആണ്. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് സ്റ്റീല്, എനർജി, ട്രാൻസ്പോർട്ടേഷൻ, ഡിഫൻസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ ഗവൺമെന്റിന്റെ കൺട്രോളിൽ ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇത്തരത്തിലുള്ള റിസോഴ്സസിനെ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരിക്കും. ആ പ്ലാനിംഗ് കമ്മീഷൻ ഓരോ 5 വർഷം കൂടുമ്പോഴും 5 ഇയർ പ്ലാൻസ് എന്ന രീതിയിൽ ആ അടുത്ത 5 വർഷത്തേക്ക് എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയിരിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ. ഇനി രണ്ടാമതായിട്ട് പറഞ്ഞ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. കൂടുതലായിട്ടും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇമ്പോർട്ടുകൾ തടയുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഫോക്കസ് ആയിട്ട്, ഇല്ലെങ്കിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആയിട്ട് പറയുന്നത്. സോ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റിന് ഫുൾ കൺട്രോൾ, ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കണം എങ്ങനെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എങ്ങനെ അച്ചീവ് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ആയിട്ട് പ്രവർത്തിക്കുക സ്റ്റേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. പിന്നെ കൂടുതലായിട്ടും ഹെവി ഇൻഡസ്ട്രി ആണ് ഈ നെഹ്റുവിയൻ മോഡൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റീൽ പ്ലാന്റ്സ്, മെഷീനറി, അങ്ങനെയുള്ള, അതായത് നമ്മുടെ മൈനിങ് ഒക്കെ പോലുള്ള കാര്യങ്ങൾക്കായിരുന്നു കൂടുതലായിട്ടും ഇവര് ഫോക്കസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിന് ധാരാളം ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. ഒന്ന്, ഒരു ബ്യൂറോക്രാറ്റിക് കൺട്രോൾ, അതായത് സ്റ്റേറ്റിന്റെ ഓവർ ഇടപെടൽ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതൊരു ഇൻഎഫിഷ്യൻസിയിലേക്ക് ലീഡ് ചെയ്യും, കോമ്പറ്റീഷൻ ഇല്ലാതാകും. കാരണം പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിയുമ്പോഴല്ലേ കോമ്പറ്റീഷൻ ഉണ്ടാവത്തുള്ളൂ. കോമ്പറ്റീഷൻ ഉണ്ടായാലേ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇൻഎഫിഷ്യൻസീസ് ക്രിയേറ്റ് ചെയ്യും, കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, സ്ലോ ഗ്രോത്ത് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ലൈസൻസ് രാജ് ആണ്. അതായത് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിലും അവിടെ ഒരു ലൈസൻസ് സിസ്റ്റം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ കാരണത്തിൽ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താ? എന്ത് കാര്യം ചെയ്തു കൊടുക്കണമെങ്കിലും അവരെന്ത് ചെയ്യും? കറപ്ഷൻ, ഇല്ലെങ്കിൽ എന്താണ്, പൈസ കിമ്പളമായിട്ട് കുറച്ച് ചോദിക്കും അല്ലെ. ഇല്ലെങ്കിൽ സ്പീഡി പ്രോസസ്സിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ ആളുകൾ എന്ത് ചെയ്യും? കൈക്കൂലി വാങ്ങിക്കും അല്ലെ. പക്ഷെ അതൊരു ഇഷ്യൂയിലേക്ക്, അല്ലെങ്കിൽ അതൊരു ക്രിറ്റിസിസം ആയിട്ട് പറയാറുണ്ട്. ഈവൻ ഈ ഒരു കാലഘട്ടത്തിൽ പോലും കൈക്കൂലി വാങ്ങിക്കുന്നവരുണ്ട് അല്ലെ. നമ്മുടെ കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? വെച്ച് വൈകിപ്പിക്കും അല്ലെ. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലേ ഇപ്പോഴും? അത്തരത്തിലൊരു ഇഷ്യൂ ഇപ്പോഴും ഇല്ലേ? ഇപ്പൊ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെന്റുകളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് വളരെ ശക്തമായിട്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും കാണാൻ സാധിക്കുന്നു. പത്രമൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ കൈക്കൂലി വാങ്ങിച്ചതിന്റെ പേരിൽ ഇന്നയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇല്ലെങ്കിൽ ഇത്ര ഉദ്യോഗസ്ഥർ പിടിയിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. സോ ഇത്തരത്തിലുള്ളൊരു കറപ്ഷന് വളരെയധികം ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അഗ്രികൾച്ചർ സെക്ടറിനെ അവഗണിക്കുന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ക്രിറ്റിസിസം ആയിട്ട് വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു അഗ്രേറിയൻ കൺട്രിയാണ്. മോർ ദാൻ 60% അഗ്രേറിയൻ സെക്ടറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയലൈസേഷന് ഫോക്കസ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? അഗ്രികൾച്ചർ സെക്ടറിനെ അണ്ടർ ഡെവലപ്ഡ് ആക്കി നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അണ്ടർ ഡെവലപ്ഡ് ആക്കി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ പോവർട്ടി എന്ത് ചെയ്യില്ല?
പോവർട്ടി എപ്പോഴും പെർസിസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു പോവർട്ടി ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ദെൻ സ്ലോ ഇക്കണോമിക് ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 3.5% മാത്രമാണ് ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഗ്രോത്ത് റേറ്റ് എത്രയാണ്? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എത്രയാ? നിങ്ങൾക്ക് അറിയാവോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പോഴത്തെ കറന്റ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എത്ര? ഇക്കണോമിക് ഗ്രോത്ത് റേറ്റ് എത്രയാ? ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് എത്രയാ? അറിയാവോ? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാമോ? അറൗണ്ട് എത്ര ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഏതൊരു പെർസെന്റേജിലേക്ക് എത്തിയെന്ന് അറിയാമോ? നമുക്കിപ്പോ ഒരു 6.5% അല്ലെങ്കിൽ 6.6% ഒക്കെയാണ് നമുക്ക് അറൗണ്ട് ആയിട്ട് പറയാവുന്നത് കേട്ടോ. GDP ഗ്രോത്ത് റേറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത് അത്രയുമാണ് കേട്ടോ എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സോ നെഹ്റുവിയൻ മോഡലിന്റെ ക്രിറ്റിസിസം ക്ലിയർ ആയോ? നെഹ്റുവിയൻ മോഡൽ ക്ലിയർ ആയോ? നെഹ്റുവിയൻ മോഡൽ ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് മോഡലും മാർക്കറ്റ് ഓറിയന്റഡ് മോഡലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്. ഇവിടെ നമ്മൾ സെൻട്രൽ പ്ലാനിങ്, പബ്ലിക് സെക്ടർ ഡൊമിനൻസിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇവിടെ പ്രൈവറ്റൈസേഷൻ, ഡീറെഗുലേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. ഇവിടെ ഒരു സോവിയറ്റ് സ്റ്റൈൽ ഡെവലപ്മെന്റ് ആണ് ഇൻസ്പയർഡ് ആയിരിക്കുന്നതെങ്കിൽ ഇവിടെ 1991 ഇക്കണോമിക് റിഫോംസിലൂടെയാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫ് റിലയൻസ്, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പ്രാധാന്യം. എഫിഷ്യൻസി, കോമ്പറ്റീഷൻ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇൻഎഫിഷ്യൻസി, റെഡ് ടേപ്പിസോ ഇവിടെ കൂടുതലാണ്, അതായത് കറപ്ഷൻ, അഴിമതി കൂടുതലാണ്. പക്ഷെ ഇവിടുത്തെ ഇഷ്യൂ എന്താ? ഇൻഇക്വാളിറ്റി ആണ് അല്ലെ? കാരണം എന്താണെന്ന് വെച്ചാൽ ഡെവലപ്ഡ് ആകാത്തവർക്ക് ഈ പറയുന്ന ഓപ്പൺ മാർക്കറ്റ് ഒക്കെ ചൂസ് ചെയ്യാൻ പാടാണ് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഇൻഇക്വാളിറ്റി ഇവിടെ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ മോഡൽ നമ്മുടെ ലിബറലൈസേഷൻ മോഡലാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ലിബറലൈസേഷൻ മോഡലാണ്. അതിനെ നമ്മൾ മാർക്കറ്റ് ഓറിയന്റഡ് റിഫോംസ് എന്ന് വിളിക്കും. 1991 തൊട്ട് ഇപ്പൊ വരെയുള്ള ഒരു കാലഘട്ടമാണ് പറയുന്നത്. 1991 ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇഷ്യൂ ഒക്കെ വന്നതോടുകൂടിയാണ് നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് ന്യൂ ഇക്കണോമിക് പോളിസി വരുന്നത്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ നരസിംഹ റാവു ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ന്യൂ ഇക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് ഫ്രം സ്റ്റേറ്റ് കൺട്രോൾഡ് ഡെവലപ്മെന്റ് ടു മാർക്കറ്റ് ഓറിയന്റഡ് അപ്രോച്ച്. സ്റ്റേറ്റിന് പ്രാധാന്യമുള്ളിടത്തു നിന്നും മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലേക്കാണ് ഈ പറയുന്ന ന്യൂ ഇക്കണോമിക് റിഫോംസ് അല്ലെങ്കിൽ ന്യൂ ഇക്കണോമിക് പോളിസി കൊണ്ടുവരുന്നത്. ആൻഡ് കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ലിബറലൈസേഷൻ, ദെൻ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, റിഫോംസ് ഇൻ അഗ്രികൾച്ചർ. റിഫോംസ് ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സിഡി ഒക്കെ ഇല്ലേ? സബ്സിഡി എന്ന് വെച്ചാൽ എന്താ? സബ്സിഡി എന്ന് വെച്ചാൽ എന്താ? എന്താ സബ്സിഡി എന്ന് വെച്ചാൽ റിഡക്ഷൻ. എന്ത് റിഡക്ഷനാ? ഓക്കെ, അഗ്രികൾച്ചർ സെക്ടറിൽ വലിയൊരു റിഫോം കൊണ്ടുവന്നിട്ടുണ്ട് ഈ 1991 ഇക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ട്. ഒന്നാമത്തേത് അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള ഇല്ലെങ്കിൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ്സിലുള്ള ഗവൺമെന്റിന്റെ, സ്റ്റേറ്റിന്റെ ഡയറക്റ്റ് കൺട്രോള് ഇല്ലാതാക്കി, മറിച്ച് പ്രൈവറ്റ് കമ്പനീസിന് ഒരു ഗ്രേറ്റർ ഇൻവോൾവ്മെന്റ് കൊടുത്തു. ഇപ്പം സ്റ്റോറേജിന്റെ കാര്യത്തിലായാലും, ഫുഡ് പ്രോസസ്സിങ്ങിന്റെ കാര്യത്തിലായാലും, മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിലായാലും, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ ആണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പ്രൈവറ്റ് കമ്പനീസിന് വലിയൊരു പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ എന്താണ് അഗ്രികൾച്ചറൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത് തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ റൂൾസിനനുസരിച്ചിട്ടാക്കി എന്നുള്ളതാണ്. ദെൻ
ഫാർമേഴ്സ് എന്ത് ചെയ്തു? നേരത്തെ കൂടുതലായിട്ട് ഫുഡ് ക്രോപ്സ്, ഭക്ഷ്യവിളകളാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ അതിൽ നിന്ന് മാറി ക്യാഷ് ക്രോപ്സിലേക്ക്, നാണ്യവിളകളിലേക്ക് മാറാൻ തുടങ്ങി. അതായത് കോട്ടൺ, അതുപോലെ ഷുഗർ കെയിൻ, ടീ, കോഫി, സ്പൈസസ്, ഹോർട്ടിക്കൾച്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കൂടുതലായിട്ട് മാറി. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അഗ്രികൾച്ചറിനെ ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് വാണിജ്യവൽക്കരിച്ചു എന്നുള്ളതാണ്. കൂടുതലൊരു എന്താണ്, നമ്മൾ ക്യാഷ് ഇല്ല പ്രോഫിറ്റ് ഓറിയന്റഡ് ആക്കി അഗ്രികൾച്ചറിനെ മാറ്റി എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിഫോം എന്ന് പറഞ്ഞ MNCസിന്റെ ഇൻവോൾവ്മെന്റ് ആണ്. ഇപ്പം പലതരത്തിലുള്ള സീഡ് പ്രൊഡക്ഷനുമായിട്ട് ഇപ്പൊ ഹൈബ്രിഡ് സീഡ്സ്, ഇപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണ് പഴയ രീതിയിലുള്ള മാവ്, തെങ്ങൊക്കെയാണോ വാങ്ങിച്ചു വെക്കുന്നത് വീട്ടില്? നമ്മളിപ്പോ എങ്ങനെയാണ് കൃഷി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് കായ്ക്കുന്ന പ്ലാവ്, പെട്ടെന്ന് കായ്ക്കുന്ന തെങ്ങ്, പെട്ടെന്ന് കായ്ക്കുന്ന മാവ്, അതല്ലേ വാങ്ങിച്ചു വെക്കുന്നത്? ഹൈബ്രിഡ് ഇനങ്ങളല്ലേ വാങ്ങിച്ചു വെക്കുന്നത്? ഹൈബ്രിഡ് ഇനങ്ങളാണല്ലേ വാങ്ങിച്ചു വെക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറുന്നത്? ഇല്ലെങ്കിൽ പണ്ടൊരു മാവ് വെക്കും, ഇല്ലെങ്കിൽ ഒരു പ്ലാവ് വെക്കും, വർഷങ്ങളോളം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിൽ കായ്ഫലം ഉണ്ടാവുന്നത്, അല്ലേ? സോ എന്താണ് അവിടുത്തെ ഗ്രോത്ത്, ഫാർമേഴ്സിന്റെ ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയായിരിക്കും? വളരെയധികം കുറവാണ്. പക്ഷെ 1 ഇയർ 2 ഇയറിനുള്ളിൽ പ്രൊഡക്ഷൻ കിട്ടുന്ന, ഇല്ലെങ്കിൽ കായ്ഫലം ഉണ്ടാകുന്ന മരങ്ങളാണ് എങ്കിൽ നമുക്ക് കൂടുതലായിട്ടും പ്രോഫിറ്റ് ഓറിയന്റഡ് ആക്കാൻ പറ്റും, അല്ലെ? ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാകും. വെരി ഗുഡ്, ഫാസ്റ്റ് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ കോൺട്രാക്ട് ഫാമിംഗ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അഗ്രികൾച്ചറൽ ടെക്നോളജീസ് ഒക്കെ വളരെയധികം കൂടി. ഇപ്പൊ മെക്കനൈസേഷൻ, നേരത്തെ നിലമൊക്കെ ഉഴുന്ന ആരായിരുന്നു? കാളയായിരുന്നു അല്ലേ ഉഴുന്നുകൊണ്ടിരുന്നത്, അല്ലേ? അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഹ്യൂമൻ റിസോഴ്സ് അവിടെ ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്, എല്ലാം മെഷീൻ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത്. എല്ലാം ഫാസ്റ്റ് ആക്കിയില്ലേ, ജോലികളെല്ലാം സിമ്പിൾ ആക്കിയില്ലേ? ഈവൻ ഇറിഗേഷൻ ഫെസിലിറ്റീസിൽ പോലും നമ്മൾ ഫാസ്റ്റർ ആയിട്ടുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയില്ലേ? ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ പോലെയുള്ള സിസ്റ്റം ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് റിഫോംസുകൾ അഗ്രികൾച്ചറൽ സെക്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയും കുറെ ക്രിറ്റിസിസംസ് പറയാറുണ്ട്. ഒന്ന്, ഇൻഇക്വാളിറ്റി കൂടുന്നതിന് കാരണമായത്. കാരണം ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദെൻ റൂറൽ ഏരിയാസിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ജോബ്ലെസ് ഗ്രോത്ത് ആണ്. അതായത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ജോലി ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അതൊരു വലിയ ഇഷ്യൂ ആണ്. പിന്നെ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ ഇത് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മളിപ്പോ ലിബറലൈസേഷൻ മോഡല് അപ് ടു പ്രസന്റ് വരെയാണ് പറഞ്ഞിരുന്നത് എങ്കിലും ഇതിനിടയിൽ ഒരു മോഡൽ വരുന്നുണ്ട്. അതിനെ നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് മോഡൽ, അതായത് നമ്മുടെ മാർജിനലൈസ്ഡ് സെക്ഷൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് ഇൻക്ലൂസീവ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രോത്ത് മോഡൽ കൂടി നമ്മൾ പറയാറുണ്ട്. അതിന്റെ പീരീഡ് എന്ന് പറയുന്നത് 2000 തൊട്ട് ഈ പ്രസന്റ് കാലഘട്ടം തന്നെയാണ്. ഇക്കണോമിക് ഗ്രോത്തിലെ എല്ലാ സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റിയും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് വരുന്നത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്, ബാക്ക്വേർഡ് റീജിയൻസ്, പുവർ കമ്മ്യൂണിറ്റീസ്, ഇവരെ എല്ലാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഡെവലപ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് പോവർട്ടി അലീവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത്. അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്? ഇപ്പം MGNREGA നിങ്ങൾ കേട്ടിട്ടില്ലേ? MGNREGA എന്താ? MGNREGA കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല അല്ലെ? തൊഴിലുറപ്പ് പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ എന്തിനാ കൊണ്ടുവന്നിട്ടുള്ളത്? സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോവർട്ടി അലീവിയേഷന് വേണ്ടിയിട്ട് 100 ദിവസം നിർബന്ധമായിട്ടും, ഇല്ലെങ്കിൽ തുടരെ മീൻസ് വർഷത്തിൽ 100 ദിവസം ഉറപ്പായും ജോലി നൽകുന്ന ഒരു സ്കീമാണ് അല്ലെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, റൈറ്റ് ടു ഫുഡ് ആക്ട്, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പൊ മിഡ് ഡേ മീൽ സ്കീം, സ്കൂളുകളിൽ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വെൽഫെയർ സ്കീംസുകൾ ഈ പോവർട്ടി അലീവിയേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിന്റെ എംപവർമെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ വെൽഫെയർ സ്കീംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? റിസർവേഷൻ സിസ്റ്റംസ് പറയുന്നുണ്ട് അല്ലെ? റിസർവേഷൻസ് SC കമ്മ്യൂണിറ്റിക്ക്, ST കമ്മ്യൂണിറ്റിക്ക്, OBCക്ക് ഒക്കെ റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അത് എംപ്ലോയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും പൊളിറ്റിക്കൽ റെപ്രസെന്റേഷന്റെ കാര്യത്തിലും ഒക്കെ
റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ള റിസർവേഷൻ കൊടുക്കുന്നത്? ഇത്തരത്തിൽ മാർജിനലൈസ്ഡ് ആയിട്ട് നിലകൊള്ളുന്ന ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അല്ലെ. അപ്പോ അങ്ങനെ എംപവർമെന്റ് ഓഫ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഈ ഒരു മോഡലിന്റെ പ്രത്യേകതയാണ്. ദെൻ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുക, ഹെൽത്ത് കെയർ, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടുക, എഡ്യൂക്കേഷൻ കൂട്ടുക, ഇതൊക്കെ ഈ ഒരു മോഡലിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി സസ്റ്റൈനബിൾ ഗ്രോത്ത് പറയുന്നുണ്ട്, അതായത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയും കുറെ ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. ഒന്ന് ഇംപ്ലിമെന്റേഷൻ ഇഷ്യൂസ് ആണ്. അതായത് ഇത്തരത്തിൽ സ്കീംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും എല്ലാ സ്കീംസും വളരെ അതിശക്തമായിട്ട് നമുക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന പോലെ ബ്യൂറോക്രാറ്റിക് ഇൻഎഫിഷ്യൻസീസ്, അല്ലെങ്കിൽ പുവർ ഗവേണൻസ്, കറപ്ഷൻ ഒക്കെ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു ഇംപ്ലിമെന്റേഷൻ ഇത്തരത്തിലുള്ള സ്കീംസിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ദെൻ ഡിപ്പെൻഡൻസി ഓൺ ഗവൺമെന്റ് ഹാൻഡ് ഔട്ട്സ്, അതായത് ഏതൊരു വെൽഫെയർ പ്രോഗ്രാം കൊണ്ടുവരണമെങ്കിലും അവിടെ എന്താണ് ഈ പറയുന്നത് പോലെ തന്നെ ഒരു ഗവൺമെന്റിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. പിന്നെ ഇംപ്രൂവ്മെന്റ് വളരെ സ്ലോ പേസിലാണ്, വളരെ സ്പീഡ് കുറഞ്ഞാണ് എന്നൊക്കെ ഉള്ളത് വലിയൊരു ഇഷ്യൂ ആണ്. ദെൻ നാലാമത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് നിയോ ലിബറൽ മോഡലാണ്. അതിനെ നമ്മൾ മാർക്കറ്റ് ഫണ്ടമെന്റലിസം എന്ന് വിളിക്കും. 1990 തൊട്ട് പ്രസന്റ് തന്നെയാണ്, പോസ്റ്റ് ലിബറലൈസേഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇവിടെയും എങ്ങനെയാണ് ഫ്രീ മാർക്കറ്റിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്, മിനിമൽ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ആണ് ഇവിടെ പറയുന്നത്. ബാക്കി നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ് അതിനകത്ത് വരുന്നത്. അതായത് ലിബറലൈസേഷന്റെ അതേ പെർസ്പെക്റ്റീവ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി വരുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡലാണ്, ന്യൂ ജനറേഷൻ മോഡലാണ് അല്ലെ. 21st സെഞ്ചുറിയുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇക്കണോമിക് ഗ്രോത്ത് വേണം, ഒപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് റെസ്പോൺസിബിൾ ആയിട്ട് യൂസ് ചെയ്യുക, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഉറപ്പാക്കുക, സോഷ്യൽ വെൽബീയിങ് ഉണ്ടാക്കുക. ഇതിനെയൊക്കെ ഒരുപോലെ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലായിരിക്കണം ഡെവലപ്മെന്റ് വേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഇക്വിറ്റബിൾ ഗ്രോത്ത്, ഗ്രീൻ ടെക്നോളജീസ്, ക്ലൈമറ്റ് റിസൈലൻസ് ഒക്കെയാണ് ഈ ഒരു ഫേസിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുക. പക്ഷെ ഇവിടെ ക്രിറ്റിസിസം ഉണ്ട്, ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മള് ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഗ്രീൻ ഹൗസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മറ്റേ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ല, ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു കവറപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യം. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വലിയ കോസ്റ്റ് ഉണ്ടാവുന്നുണ്ട്, എക്സ്പെൻസീവ് ആവുന്നുണ്ട് അല്ലെ. അതുപോലെ ബാലൻസിങ് ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലെ. കാരണം പാടം നിരത്താതെയും അല്ലെങ്കിൽ കുന്നും മലയൊന്നും ഇടിച്ചു നിരപ്പാക്കാതെ നമുക്ക് കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. കാരണം കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹില്ലി റീജിയൻ ആണ് അല്ലെ. വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ പോലുള്ള വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സും പ്ലേറ്റ്യൂസും അങ്ങനെ ധാരാളം ജിയോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമായ ഇന്ത്യ പോലെ നമ്മുടെ ഇവിടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ. അത് വലിയൊരു പ്രശ്നമായിട്ട് നിലകൊള്ളാറുണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ബാക്കി ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ പറഞ്ഞതൊക്കെ തന്നെ ഒന്നുകൂടി ആ ഒരു പെർസ്പെക്റ്റീവിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളേ. ഓക്കെ, ഇത് നോക്കിക്കോളൂ. റീസെന്റ് ട്രെൻഡ്സ് ഓഫ് ലിബറലൈസേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. അതായത് ഓരോ സെക്ടറിലും എന്തൊക്കെയാണ് റീസെന്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. ഒന്ന്, ഈസിങ് ഓഫ് ലൈസൻസിങ് നോംസ്. അതായത് പണ്ടത്തേതിനേക്കാളും നമുക്ക് ലൈസൻസ് ഒക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. പല മേഖലകളും എന്താണ് ഡീ ലൈസൻസ്ഡ് ആക്കി എന്നുള്ളതാണ്. അപ്പൊ ഡിഫൻസ്, ആറ്റമിക് എനർജി ഒക്കെ പോലുള്ള ഹെവി ഇൻഡസ്ട്രീസ് ഒക്കെ ഒഴികെ ബാക്കി മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ് എങ്ങനെ ഡീ ലൈസൻസ്ഡ് ആക്കി. അതുപോലെ തന്നെ പല സെക്ടേഴ്സിലും 100% FDI അലൗ ചെയ്തു. ഡിഫൻസ് സെക്ടറിലെ FDI 74% കൂട്ടി, 74% ആക്കി കൂട്ടി. പിന്നെ പല PSUസിലും എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതായത് പ്രൈവറ്റ് സെക്ടറിന്റെ ഇൻവോൾവ്മെന്റ് വന്നു. അതുപോലെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീംസുകളൊക്കെ കൊണ്ടുവന്നു. അഗ്രികൾച്ചറൽ സെക്ടറിൽ ഒരുപാട് റിഫോംസുകൾ കൊണ്ടുവന്നു അല്ലെ. ഞാനിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അത്തരത്തിലുള്ള ഒരുപാട്
അഗ്രികൾച്ചറൽ റിഫോംസുകൾ കൊണ്ടുവന്നു, ബാങ്കുകളൊക്കെ പ്രൈവറ്റൈസ് ചെയ്തു, അതുപോലെ പല പല പബ്ലിക് സെക്ടർ ബാങ്കിങ്ങുകളും എന്ത് ചെയ്തു, മെർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ SBT SBI ഒക്കെ ആയിട്ട് മെർജ് ചെയ്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. പല ബാങ്കുകളും എന്താ പ്രൈവറ്റൈസ് ചെയ്തു, ഇല്ലെങ്കിൽ പല ബാങ്കുകളും മറ്റേതുമായിട്ട് നാഷണലൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കുന്നത് പോലെ, നാഷണലൈസ് ചെയ്തെന്ന് കേൾക്കുന്നത് പോലെ തന്നെ പല ബാങ്കുകളും പ്രൈവറ്റൈസ് ചെയ്തു. ഇപ്പൊ നമുക്ക് ധാരാളം പ്രൈവറ്റ് ബാങ്കുകൾ കാണാൻ സാധിക്കില്ലേ? ആദ്യ കാലഘട്ടങ്ങളിൽ ഇത്രയും പ്രൈവറ്റ് ബാങ്കുകൾ ഉണ്ടായിരുന്നു ഇവിടെ. പണ്ട് നമ്മൾ പറയുന്ന ബാങ്കുകൾ ഏതാ? ഒന്നെങ്കിൽ SBI അല്ലെങ്കിൽ SBT. ഇതിൽ കൂടുതൽ ഒരു ബാങ്കിന്റെ പേര് നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു. ഒരു 2000 മുന്നേ ഉള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിനു മുന്നേ ഇതുപോലെ ലാർജ് നമ്പർ ഓഫ് ബാങ്ക്സുകൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും. എല്ലാവർക്കും അക്കൗണ്ട് ഒന്നെങ്കിൽ SBTയിൽ ഉണ്ടാവും അല്ലെങ്കിൽ SBIയിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണോ? ഇപ്പൊ ധാരാളം ബാങ്കുകൾ ഉണ്ടല്ലേ. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇല്ലെങ്കിൽ ICICI, HDFC എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അത്തരത്തിൽ ബാങ്കുകൾ ഒരുപാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഡിജിറ്റൽ സിസ്റ്റംസിന്റെ ഇൻട്രൊഡക്ഷൻ വലിയൊരു ചേഞ്ച് വരുത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പുകൾ കൂട്ടി, പ്രധാനമായിട്ടും ഹൈവേസ്, എയർപോർട്ട്, മെട്രോ റെയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പുകൾ കൂട്ടി. അതുപോലെ തന്നെ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻസുകൾ വന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെന്റൽ സിസ്റ്റംസ് ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇനിയുള്ളത് ഗവേണൻസ് ആണ്. ഗവേണൻസ് ഓൾറെഡി നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. ICTയുടെ ഉപയോഗം നമ്മൾ എല്ലാ കാര്യത്തിലും, അതായത് അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റൽ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്തിനാണ്? ഒന്ന് ട്രാൻസ്പെറൻസി ഉറപ്പാക്കുക, എഫിഷ്യൻസി കൂട്ടുക, സ്പീഡി പ്രോസസ്സിലേക്ക് കൊണ്ടുവരിക, അക്കൗണ്ടബിലിറ്റി കൂട്ടുക, സിറ്റിസൺ സെൻട്രിക് ആയിട്ട് സർവീസസിനെ മാറ്റുക എന്നുള്ളതൊക്കെയാണ് ഈ ഗവേണൻസിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്നത്. എല്ലാ കാര്യത്തിലും ഇപ്പം പണ്ടത്തെ പോലെ ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് ആവശ്യമില്ല അല്ലെ. പേപ്പർലെസ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് അല്ലെ. എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ മുതൽ നമുക്ക് ഒരൊറ്റ ക്ലിക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല, ഏതൊക്കെ ഫയലുകൾ കൊണ്ടുവന്നു, ഏതൊക്കെ പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒരൊറ്റ ക്ലിക്കിലൂടെ കിട്ടും. അപ്പൊ ഇതുവഴി നമുക്ക് എന്താ കറപ്ഷൻ കുറയ്ക്കാൻ സാധിക്കും, ഇല്ലെങ്കിൽ മാൽ പ്രാക്ടീസസ് ഒഴിവാക്കുന്നതിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് അല്ലെ. പിന്നെ പലതരത്തിലുള്ള സർവീസ് ഡെലിവറീസ് ഉണ്ട്. ഗവൺമെന്റ് ടു സിറ്റിസൺ ഉണ്ട്, ഗവൺമെന്റ് ടു ബിസിനസ് ഉണ്ട്, ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഡിജി ലോക്കർ ഒക്കെ സംവിധാനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ ഓൺലൈൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം അല്ലെ. ഇപ്പൊ എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം അല്ലെ. ഈവൻ ടാക്സ് ഫയലിംഗ് വരെ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലെല്ലാം നമ്മുടെ കൈയെത്തും ദൂരത്തിലേക്ക് ആക്കുന്നതിന് ഈ ഒരു ഗവേണൻസ് സിസ്റ്റം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ധാരാളം ആപ്ലിക്കേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ ഇന്ത്യ മിഷൻസ്, ഉമാങ് ആപ്പ്, ഇത് ഉമാങ് ആപ്പ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. പിന്നെ ആധാർ, അതുപോലെ നാഷണൽ ഗവേണൻസ് പ്ലാന്, ഭാരത് നെറ്റ്, ഡിജി ലോക്കർ, ഹോസ്പിറ്റൽ, കോഡ്സ്, ഇങ്ങനെയുള്ളതെല്ലാം ഇത്തരത്തിൽ ICTയുടെ ഇൻവോൾവ്മെന്റ് കൂട്ടി അഡ്മിനിസ്ട്രേഷൻ സുതാര്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമുകളാണ് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. പിന്നെ എല്ലാം തന്നെ ബയോമെട്രിക് ആണ് അല്ലെ. ഇപ്പം നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് ഇപ്പം നമ്മുടെ കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. കാരണം ഇതെല്ലാം ബയോമെട്രിക് ആയിട്ടുള്ള ഒതന്റിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത് അല്ലെ. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൈ, തള്ളവിരലുകളുടെ ബയോമെട്രിക്സ്, പിന്നെ നമ്മുടെ കണ്ണിന്റെ സ്കാനിങ്ങും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ഈവൻ നമ്മുടെ ആധാർ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് സിസ്റ്റം കൊണ്ടുവരുന്നത് വഴി ധാരാളം സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി അഡ്മിനിസ്ട്രേഷനിൽ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഇനി ഗവേണൻസിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആക്ടിന്റെ വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, IT ആക്ട് 2000. ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. IT ആക്ട് നിലവിൽ വരുന്നത് 2000 എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ, ബാക്കിയൊക്കെ വായിച്ചു നോക്കിയാൽ മതി. ഈ ഒരു
ആക്ട് പഠിച്ചു വെക്കണേ. ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 അത് ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതായത് നമ്മുടെ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ട് ആണ് ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023 എന്നുള്ളത്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ വാട്സപ്പിൽ പോലും പണ്ടൊക്കെ സ്റ്റേറ്റസ് ഇടുന്നത്, സ്റ്റേറ്റസ് ഇപ്പോഴും എടുക്കാൻ തോന്നുന്നു, ഇല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ഒന്നും ഇപ്പൊ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തില്ല അല്ലെ. ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസിന്റെയും ഇല്ലെങ്കിൽ ആപ്പുകളുടെയും നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോകള് സ്റ്റേറ്റസുകളും ഒക്കെ നമുക്ക് പ്രൈവസി സെറ്റിംഗ്സിൽ കൊടുക്കാൻ പറ്റും അല്ലെ. അങ്ങനെ നമ്മുടെ ഡേറ്റ ചോരുന്നത് നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് അല്ലെ. അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട് അല്ലെ. പണ്ടൊക്കെ ഇപ്പൊ AI വന്നതോടുകൂടി അഡ്വാൻസ്ഡ് ആണ്. പണ്ട് ഈ മോർഫിംഗ് ഒക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നത് ഇങ്ങനെയുള്ള വഴി നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കൊക്കെ ഇപ്പൊ ഒരു കൺട്രോളിങ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ എല്ലാം അഡ്വാൻസ്ഡ് ആണ്. സോ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് മോഡൽസ്, നെഹ്റൂവിയൻ മോഡല് അതൊക്കെ പഠിച്ചു വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇമ്പോർട്ടന്റ്. ക്ലിയർ ആയല്ലോ അല്ലെ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പം